ശ്രീ കെ വി തോമസ് പറഞ്ഞ പോലെ നമുക്കിതൊരു അടിയന്തരമായിട്ടൊരു പരിഹാരമാണ് ഇതിന് ആവശ്യം. നമ്മൾ പരത്തി പറഞ്ഞു പോയിട്ട് കാര്യമില്ല. ഇത് ഈ നാട്ടുകല്ല് മുതൽ താണാവ് വരെയുള്ള ഈ 43 കിലോമീറ്റർ വരുന്ന ഈ ഹൈവേ, ഇതിൽ ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്ന ഒരു മേഖലയാണ് കരിമ്പ പനയമ്പാടം എന്നുള്ളത്. ആ കരിമ്പ പനയമ്പാടം മേഖലയിൽ ഇത്രയും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഇത്രയും ദൂരം 43 കിലോമീറ്റർ ദൂരമുള്ള ഈ സ്റ്റേറ്റ് ഹൈവേയുടെ, നാഷണൽ ഹൈവേയുടെ ഈ പനയമ്പാടം മാത്രമാണ് ഏറ്റവും വലിയൊരു കയറ്റമുള്ളൊരു മേഖല എന്ന് പറയുന്നത്. കയറ്റം എന്ന് മീൻസ് ഓപ്പോസിറ്റ് ഇറക്കമുള്ളതും വളവോട് കൂടിയുള്ള കയറ്റവും ഇറക്കവും. ആ പ്രദേശത്ത് നിലനിൽക്കുന്നത് 30 കിലോമീറ്റർ സ്പീഡാണ്. ഒരു വാഹനവും അവിടെ 30 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നില്ല. 30 കിലോമീറ്റർ സ്പീഡ് അനുവദിക്കുന്ന ആ പ്രദേശത്ത് ഭാരം ഒരു 20 ടണ്ണ് ഭാരം കയറ്റി വരുന്ന ഒരു വാഹനം അതിൽ 30 ടണ്ണോ 40 ടണ്ണോ കയറ്റി വരികയാണെങ്കിൽ 30 കിലോമീറ്റർ സ്പീഡിൽ ആ കയറ്റം കയറാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇറങ്ങി വരുന്ന വാഹനങ്ങൾ വളവോട് കൂടിയിട്ടാണ് ഈ ബസ് സ്റ്റോപ്പ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഈ സമയത്ത് സ്കൂൾ വിട്ട് കുട്ടികൾ വരുന്ന സമയത്ത് ആ റോഡൊന്ന് ക്രോസ് ചെയ്യാനുള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. വളരെ ഭയാനകമാണ് അവിടുത്തെ സാഹചര്യം എന്ന് പറയുന്നത്. സ്കൂൾ വിട്ട സമയങ്ങളിൽ രക്ഷിതാക്കൾ വളരെ ഭയത്തോടു കൂടിയാണ് സ്കൂൾ വിട്ട സമയങ്ങൾ, പ്രത്യേകിച്ച് മഴയുള്ള സമയങ്ങളിൽ. ഈ അപകടം നടന്ന ദിവസം ഒരു ചെറിയ ചാറ്റൽ മഴ മാത്രമാണ് ഉണ്ടായിരുന്നത്. മുമ്പ് വല്ല സിമെന്റ് പോളിഷ് ചെയ്ത രീതിയിലുള്ളൊരു പ്രതലമായിരുന്നു ആ റോഡ്. അന്ന് അപകടങ്ങൾ കൂടിയപ്പോഴാണ് MLA അടക്കമുള്ള ആളുകൾ ഇടപെട്ടുകൊണ്ട് ആ റോഡ് ചിപ്പ് ചെയ്തതിന് ശേഷം ഈ ഒരു 2 വർഷത്തിലധികമായി വലിയ അപകടങ്ങൾ ആ മേഖലയിൽ സംഭവിച്ചിട്ടില്ല. ഇപ്പം അത് തേഞ്ഞു പോയി റോഡ് വീണ്ടും മിനുസം കൂടിയിരിക്കുകയാണ്. മഴ പെയ്താൽ റോഡ് മിനുസം കൂടി ബ്രേക്ക് ചവിട്ടിക്കഴിഞ്ഞാൽ വാഹനങ്ങൾ സ്ലിപ്പായി മറ്റു വാഹനങ്ങൾ ഇടിക്കുന്നൊരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ഒരു ലോറി ഒരു കടയിലേക്ക് ഇതുപോലെ മഴയത്ത് ബ്രേക്ക് ചവിട്ടിയപ്പോൾ കടയിലേക്ക് പാഞ്ഞു കയറി ഒരു തലനാരി ഇഴയ്ക്കാണ് ആളുകൾ രക്ഷപ്പെട്ടത്, അപകടം സംഭവിക്കാതെ അവിടെ രക്ഷപ്പെട്ടത്. അങ്ങനെ ഒട്ടനവധി സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ കയറ്റം നേരത്തെ മെമ്പർ അബ്ദുള്ളക്കുട്ടി സർ പറഞ്ഞതുപോലെ അവിടുത്തെ ശാശ്വതമായിട്ടുള്ള പ്രശ്നത്തിനുള്ള പരിഹാരമാണ് വേണ്ടത്. ഇവിടെ ഒരു ഡ്രെയിനേജ് സംവിധാനം ഇല്ല. റോഡിൻ്റെ ഇരുവശവും മഴ പെയ്താൽ വെള്ളം റോഡിലൂടെ ഒഴുകി, അതുപോലെ തന്നെ റോഡ് സൈഡിലൂടെ ഒഴുകി ഒരു അര മീറ്ററോളം താഴ്ചയുള്ള പ്രദേശമായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു ഡ്രെയിനേജ് സൗകര്യമില്ല. കുട്ടികൾക്ക് സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നടന്നു പോകുന്നതിന് വേണ്ടി ഒരു നടപ്പാത സൗകര്യമില്ല. ഈ ഹൈവേയുടെ ഈ കരിമ്പയുടെ മാത്രം പ്രത്യേകതയാണ്. ഈ ഹൈവേയിൽ മറ്റ് പല പ്രദേശങ്ങളിലും ഈ നടപ്പാത സൗകര്യങ്ങളുണ്ട്. എന്നാൽ കരിമ്പയിൽ മാത്രം അത്, പ്രത്യേകിച്ച് പനയമ്പാടത്ത് അത് നടപ്പിലാക്കിയിട്ടില്ല. പലതരത്തിലുള്ള പല തവണ പരാതികൾ ഇതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്. ഒരു ഡ്രെയിനേജ് സൗകര്യമില്ലാത്തതും നടപ്പാത സൗകര്യമില്ലാത്തതും ഇതൊക്കെയാണ് ഒരു ശാശ്വത പരിഹാരമായിട്ട് വരേണ്ടത്. കുട്ടികൾക്ക് ഒരു റോഡ് ഇത് പറഞ്ഞതിൽ എനിക്ക് അങ്ങോട്ട് നന്ദിയുണ്ട്. കാരണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കാര്യമാണ് സംസാരിക്കേണ്ടതും. അതുകൊണ്ടാണ് നിങ്ങൾ 3 പേർ നാട്ടുകാരെ നമ്മൾ ഈ ചർച്ചയിലേക്ക് ഉൾക്കൊള്ളിച്ചത്. ഈ കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതിന്റെ സാങ്കേതികമായ വശങ്ങളും സംസാരിക്കേണ്ടതുണ്ട്.